Hi all, it's me ARYA.P.S is going to take a seminar on the topic urban-rural migration, global migration and foreign remittance. Okay, urbanization. Urbanization is a part of the development process. In backward stagnant societies, the process of urbanization is rather slow because cities fails to offer employment opportunities to people living in the countryside. അപ്പോൾ urbanization എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് ദ പാർട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. നമ്മുടെ എക്കോണമി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു പാർട്ട് ആയിട്ടാണ് നമുക്ക് അർബനൈസേഷനെ കാണാൻ പറ്റണം. ചില സ്ഥലത്ത് അർബനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബാക്ക്വേർഡാണ്. കാരണം ഇപ്പോൾ നമ്മൾ ചില സ്ഥലം എടുക്കുമ്പോൾ അവിടെ അർബനൈസേഷൻ ഇല്ല. അർബനൈസേഷൻ മീൻസ് മൂവിങ് ഫ്രം റൂറൽ ടു അർബൻ ഏരിയാസ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു അർബനൈസേഷൻ ഇല്ലാത്ത കാരണം ചില സ്ഥലത്ത് അല്ലെങ്കിൽ ചില സിറ്റീസിൽ കറക്റ്റായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പീപ്പിൾസിന് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ചില സ്ഥലത്ത് അർബനൈസേഷൻ ഇല്ലാത്തത്. നൗ എന്താണ് അർബൻ ഏരിയ? എന്തായിരിക്കും ഒരു അർബൻ ഏരിയ? നമുക്ക് നോക്കാം. സിൻസ് ദ 1971 സെൻസസ് അർബൻ ഏരിയ ഹാസ് ബി ഡിഫൈൻഡ് ഇൻ ഇന്ത്യ ആസ് ഫോളോസ്. 1971 സെൻസസ് വെച്ചിട്ട് നമ്മുടെ ഇന്ത്യയുടെ അർബൻ ഏരിയാസ് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യണമെന്ന് നോക്കാൻ പോണത്. ഓൾ പ്ലേസ് വിത്ത് മുനിസിപ്പാലിറ്റീസ്, കോർപ്പറേഷൻസ്, നോട്ടിഫൈഡ് ടൗൺസ്, ഏരിയ കമ്മിറ്റീസ്, ഇങ്ങനെയുള്ള അതായത് കുറേ മുനിസിപ്പാലിറ്റീസ്, കോർപ്പറേഷൻസ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ലൈക്ക് അർബൻ ഏരിയാസ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഓൾ അതർ പ്ലേസസ് വിത്ത് സാറ്റിസ്ഫൈ ദ ഫോളോയിങ്, അതായത് മിനിമം പോപ്പുലേഷൻ ഓഫ് 5000 പീപ്പിൾസ് എങ്കിലും മിനിമം പോപ്പുലേഷൻ ആയിട്ട് ഉണ്ടാകും. 75% ഓഫ് മെയിൽ വർക്കിംഗ് പോപ്പുലേഷൻ എൻഗേജ്ഡ് നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു 75% പീപ്പിൾസ് എങ്കിലും ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങൾ. എ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് 400 പീപ്പിൾസ് പെർ സ്ക്വയർ കിലോമീറ്റർ. ഇതൊക്കെയാണ് അർബനൈസേഷൻ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അർബൻ സെറ്റിൽമെൻറ്റ് അണ്ടർ ദ ഫസ്റ്റ് കാറ്റഗറി ആർ നോൺ എസ്. ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന അർബൻ സെറ്റിൽമെൻറ്റ് അതായത് ഓൾ പ്ലേസസ് വിത്ത് മുനിസിപ്പാലിറ്റീസ്, കോർപ്പറേഷൻ, നോട്ടിഫൈഡ് ടൗൺസ് ആർ കമ്മിറ്റീസ് എക്സെട്ര. ഇങ്ങനെയുള്ള ഏരിയാസ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ടൗൺ എന്ന് പറയും. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ടൗൺ? വൈൽ അർബൻ സെറ്റിൽമെൻറ്റ് അണ്ടർ ദ സെക്കൻഡ് കാറ്റഗറി ആർ നോൺ ആസ് ടൗൺസ്. സെക്കൻഡ് കാറ്റഗറി ആയിട്ടുള്ള ഏരിയാസിന് നമ്മൾ എന്ത് പറയും? ടൗൺസ് എന്നും പറയും. നൗ ഇതൊരു ടേബിളാണ്. ടേബിളിൽ നമുക്ക് പോപ്പുലേഷനും സൈസ് ക്ലാസ്സും തമ്മിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് തന്നിരിക്കുന്നതാണ്. ഇപ്പോൾ 1 lakh ആൻഡ് എബോവ് നമ്മൾ സൈസ് ഫസ്റ്റ് 1 ക്ലാസ് എന്ന് പറയും. 50,000 ആൻഡ് 2 ഇത്രയും സെക്കൻഡ് ക്ലാസ്, 20,000 ടു ഇത് തേർഡ് ക്ലാസ്, അങ്ങനെ നമ്മൾ പറയും. നൗ നമുക്ക് എങ്ങനെയാണ് നോക്കാം. സെറ്റിൽമെൻറ്റ്സ് വിത്ത് പോപ്പുലേഷൻ ഓഫ് 1 lakh ആൻഡ് എബോവ് ആർ ടേംഡ് ആസ് സിറ്റീസ് ഇൻ കോൺട്രാക്ട് ടു ടൗൺസ്. സിറ്റീസ് അല്ലെങ്കിൽ ഈ 1 lakh പോപ്പുലേഷൻ എബോ ഉള്ളതിന് നമ്മൾ സിറ്റീസ് എന്ന് പറയും. നൗ ദാറ്റ്സ് ഹൗ പോപ്പുലേഷൻ ബിലോ 1 lakh persons ടൗൺസ് ഇൻ ക്ലാസ് 2 ആൻഡ് 3 ആസ് റിഗാർഡഡ് ആസ് മീഡിയം. അപ്പോൾ ക്ലാസ് 2 ടൗൺസിന് നമ്മൾ 1 lakh പേഴ്സൺസിന് താഴെയുള്ളവരെ നമ്മൾ ക്ലാസ് 2 കൊടുക്കും. ദെൻ മീഡിയം ക്ലാസ് 3 നമ്മൾ സൈസ് ക്ലാസ് 3 ആണ്, ഒരു മീഡിയം ടൗൺസ് ആണ് അതിനെ പറയണത്. അതുപോലെ തന്നെ വൈൽ ടൗൺ ഇൻ ക്ലാസ് 4 to 6 എന്ന് പറയുന്നത് ടേംഡ് ആസ് സ്മോൾ ടൗൺസ് എന്ന് പറയും. സോ ടൗൺസ് ഉണ്ട്, മീഡിയം ടൗൺസ് ഉണ്ട്, സ്മോൾ ടൗൺസ്, അങ്ങനെ നമ്മളിങ്ങനെ ചെറുതാക്കിയിട്ടാണ് ഈ സൈസ് ക്ലാസ് ടേം ചെയ്തേക്കണം. നൗ 1951 സെൻസസ് ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ടു ഗ്രൂപ്പ്സ് ആണ്. A town group was defined as a group town which adjoined one another so closely as to form a single inhabited urban locality. A town group എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഡിഫറെൻറ്റ് ടൗൺസ്, അതായത് ഇപ്പം 2-3 ടൗൺസ് കൂടി ചേർന്നത് വിച്ച് അഡ്ജോയിൻഡ് വൺ അനദർ സോ ക്ലോസ്ലി, അവർ 2-3 ടൗൺസ് ജോയിൻ ചെയ്തിട്ട് അവരൊരു അർബൻ ലൊക്കാലിറ്റി പോലെ അവരതിനെ പണിതെടുക്കുന്നു. അങ്ങനെയുള്ളതിനാണ് ടൗൺ ഗ്രൂപ്പ്സ് എന്ന് പറയണം. 1971 സെൻസസ് ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് അർബൻ അഗ്ലോമറേഷൻ. അതിന് നമ്മൾ ഷോർട്ടിൽ UA എന്ന് പറയും. ഇറ്റ് ക്യാൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷനിലായിരിക്കാം. എ സിറ്റി വിത്ത് എ കണ്ടിന്യൂസ് ഔട്ട്ഗ്രോത്ത്. സിറ്റിക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഔട്ട്ഗ്രോത്ത് ഉള്ളൊരു സിറ്റി. ദെൻ 1 ടൗൺ വിത്ത് സിമിലർ ഔട്ട്ഗ്രോത്ത് ഓർ 2 or more adjoining towns with their outgrowth. ഒരു ടൗൺ ആയിരിക്കാം സിമിലർ ആയിട്ടുള്ള ഔട്ട്ഗ്രോത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ 2 അതിൽ കൂടുതൽ ടൗൺസ് കൂടി ചേർന്നിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഔട്ട്ഗ്രോത്ത് ഉള്ളതും വരും. അതാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 1971 സെൻസസിൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അർബൻ അഗ്ലോമറേഷൻ ഉള്ള സിറ്റീസ്. ഇനി നമുക്ക് നോക്കാം അർബനൈസേഷൻ ട്രെൻഡ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ അർബനൈസേഷൻ എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ബിഫോർ
we discuss urbanization trends in India നമ്മൾ നോക്കാൻ പോകണം. Before we discuss the trends of urbanization in India, it is necessary to distinguish between urban growth and urbanization. Okay, നമ്മൾ ട്രെൻഡ്സിനെ പറ്റി പറയണേക്ക് മുമ്പ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡിസ്ക്രൈബ് വാട്ട് ഈസ് urban growth and what is urbanization. So technically speaking, urban growth denotes the net population ഇൻക്രീസ് ഓഫ് ടൗൺസിൽ ഓരോ ഇൻക്രീസ് ഓഫ് നെറ്റ് പോപ്പുലേഷന് നമ്മൾ അർബൻ ഗ്രോത്ത് ഈ സിറ്റിയിൽ ഇത്ര ഗ്രോത്ത് ഉണ്ട് ഇത്ര അർബൻ ഗ്രോത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ പറയണത് ഓരോ നെറ്റ് പോപ്പുലേഷൻ ഇൻക്രീസ് ആണ് ആ ടൗണിൽ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ സിറ്റിയിൽ എന്നാണ് അർബൻ ഗ്രോത്ത് എന്ന് പറയണം. ആൻഡ് cities, while urbanization refers to the proportionate increase of the urban population in relation to the total population. ഒരു കൺട്രിയുടെ ടോട്ടൽ പോപ്പുലേഷനെ നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ സിറ്റിയിൽ ഉണ്ടാകുന്ന ഇതിനെയാണ് നമ്മൾ പ്രൊപ്പോർഷനെയാണ് നമ്മൾ പറയണത് അർബനൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? while urbanization refers to the proportionate increase of the urban population. എത്ര proportionate increase of urban population ആണ് ഉണ്ടായിരിക്കുന്നത് in regarded to the total population of a particular given countryയുടെ population അനുസരിച്ച്. ഇനി നമുക്ക് വരുന്നത് urbanization trend 901 to 51 തൊട്ടുള്ള നോക്കാം. The urbanization population of India in 1901 was 25.9 million ആയിരുന്നു. അർബനൈസേഷൻ പോപ്പുലേഷൻ ഇന്ത്യയിൽ എന്തായിരുന്നു 1901 25.9 മില്യൺ ആയിരുന്നു, വിച്ച് വാസ് 10.9 ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ. 8.4 മില്യൺ എന്ന ടോട്ടൽ പോപ്പുലേഷൻ്റെ 10.9% ഈ ഇന്ത്യയുടെ ഈ അർബനൈസേഷൻ പോപ്പുലേഷൻ. ഇനി ഇൻ 1931 അർബൻ പോപ്പുലേഷൻ റൈസ് ടു 33.5 മില്യൺ. 1931 അർബൻ പോപ്പുലേഷൻ എന്ത് ചെയ്ത് റൈസ് ടു 33.5 മില്യണിലേക്ക് കൂടി, വിച്ച് വാസ് 12.0% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് 2790 279.0 മില്യൺ പോപ്പുലേഷൻ്റെ എത്രയായിരുന്നു 12% 33.5% പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബൈ 1951 ഇന്ത്യാസ് അർബൻ പോപ്പുലേഷൻ ഹാസ് റൈസ്ഡ് ഇൻ 62.4 മില്യൺ. 62.4 മില്യൺ ആയിട്ട് ഇന്ത്യയുടെ അർബൻ്റെ പോപ്പുലേഷൻ റൈസ് ചെയ്തു, വിച്ച് വാസ് 17.3 ഓഫ് ദ ടോട്ടൽ. ഇന്ത്യയുടെ നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 17.3% ആയിരുന്നു ആ ഒരു ഇൻക്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും. So thus we can say that roughly 1 out of every 6 person was residing in urban areas in India in 1951 എന്താണ് കൂടുതൽ ആൾക്കാർ എങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അർബൻ സിറ്റീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. In India, the percentage increase in urban population has been constantly greater than the percentage increase in rural population for all decades. നമ്മളിങ്ങനെ സ്പെസിഫൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ വേണ്ടി പറ്റും റൂറൽ ഏരിയസിലെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തതിനെക്കാട്ടിലും വളരെ വലിയ ഇൻക്രീസാണ് അർബൻ ഏരിയസിലെ പോപ്പുലേഷൻ എന്നാണ് പറഞ്ഞേക്കണം. നൗ സിൻസ് 1911 ഇൻഡിക്കേറ്റ്സ് ഇൻക്രീസിങ് urbanization of Indian economy or less 100 years. Now അപ്പോൾ നമ്മൾ അർബനൈസേഷൻ ട്രെൻഡ് ഇൻ 1901 to 1951 നോക്കി. നെക്സ്റ്റ് ഈസ് അർബനൈസേഷൻ ട്രെൻഡ് ഇൻ 1961 to 2011 നോക്കാം. ഇൻ 1961 ഇന്ത്യാസ് അർബൻ പോപ്പുലേഷൻ വാസ് 78.9 മില്യൺ. 78.9 മില്യൺ ഉണ്ടായിരുന്നു അർബൻ പോപ്പുലേഷൻ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ പോപ്പുലേഷൻ്റെ 18.0% ആയിരുന്നു, അതായത് വിച്ച് വാസ് 18.0% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ. നൗ ഇറ്റ്സ് 1961 കാര്യമാണ് പറഞ്ഞത്. ബൈ 2011 ഇറ്റ് ഹാഡ് ഇൻക്രീസ്ഡ് ടു 377.1 മില്യൺ വിച്ച് ഈസ് 31.2% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ. 2011 ആയപ്പോഴത്തേക്കുള്ള അത് 377.1 മില്യൺ ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ പോപ്പുലേഷൻ്റെ 31.2% ആണ്. സോ ദ ഡിക്കേറ്റ് ഗ്രോത്ത് റേറ്റ് ഓഫ് അർബൻ പോപ്പുലേഷൻ ഇസ് കോൺസ്റ്റൻ്റ്ലി ബീങ് ഹയർ ദാൻ ദ നമ്മുടെ അർബൻ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് അതുപോലെ ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് റീജിയണൽ പാറ്റേൺ ഓഫ് അർബനൈസേഷൻ്റെ ഒരു റീജിയണൽ പാറ്റേൺ എങ്ങനെ നോക്കാം. ദ റിസൾട്ട് ഓഫ് 2011 സെൻസസ് റിവീൽസ് ദ ബിഗ്ഗസ്റ്റ് ട്രെൻഡ് ടുവേർഡ്സ് അർബനൈസേഷൻ ഇൻ സദേൺ ഇന്ത്യ. സദേൺ ഇന്ത്യയുടെ ഒരു ട്രെൻഡായി മാറിയ ഒരു അർബനൈസേഷൻ ആയിരുന്നു റീസെൻ്റ് ആയിട്ടുള്ള നമ്മുടെ 2011 സെൻസസ് പറയണം. where all the states except Andhra Pradesh have more than 35% of population living in urban areas. Andhra Pradesh except ആയിട്ടുള്ള ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റ്സിലും 35% എബവ് പീപ്പിൾസും എവിടെയാണ് താമസിച്ചത്? അർബൻ ഏരിയസിലായിരുന്നു.
In Tamil Nadu, 48.5% lives in urban areas. നമ്മളിപ്പോൾ ഓരോ സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തമിഴ്നാടുവിൽ 48% 5% പീപ്പിൾസും ലീവ് ചെയ്തത് എവിടെയാണ്? അർബൻ ഏരിയസിലാണ്. കേരളം എടുത്ത് നോക്കുകയാണെങ്കിൽ 47.7% പീപ്പിൾസ് ഇൻ അർബൻ ഏരിയാസ്. കർണാടക 38.6% എവിടെയാണ്? അങ്ങനെ. പിന്നെ ആന്ധ്രാപ്രദേശ് 33.5% ഇൻ urban areas. Now, the southern state also show the faster economic growth in the last decade. നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സദേൺ സ്റ്റേറ്റ്സ് ആണ് കൂടുതൽ ഇക്കണോമിക് ഗ്രോത്ത് ഫാസ്റ്റർ, വെറും ഇക്കണോമിക് ഗ്രോത്ത് അല്ല, ഫാസ്റ്റർ ആയിട്ടുള്ള ഇക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. Now, drawing in associate migrants in 2007-2008, Kerala, Karnataka and Andhra Pradesh was at 10.42, 12.92 and 10.62% റെസ്പെക്റ്റീവ്ലി. ഇങ്ങനെയായിരുന്നു കേരളയും കർണാടക ആന്ധ്രാപ്രദേശിൻ്റെ ആ ഒരു റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ ഒപ്പം തന്നെ എമംഗ് ദ അതർ സ്റ്റേറ്റ്സ് ഹരിയാന, പഞ്ചാബ്, ബംഗാൾ, മണിപ്പൂർ ഇവരൊക്കെ ഈ സ്റ്റേറ്റ്സുകൾ ഫാസ്റ്റർ ആയിട്ടുള്ള അർബനൈസേഷൻ ഗ്രോത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇൻ ടേംസ് ഓഫ് അർബൻ പോപ്പുലേഷൻ ദ ടോപ്പ് 3 സ്റ്റേറ്റ്സ് ആർ നമ്മുടെ അർബൻ പോപ്പുലേഷൻ എടുത്ത് നോക്കുമ്പോൾ ടോപ്പ് 3 സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് ആൻഡ് തമിഴ്നാടുമാണ്. ഇവർ മഹാരാഷ്ട്രയിൽ 50.8 മില്യൺ പീപ്പിൾസ് ആൻഡ് ഉത്തർപ്രദേശിൽ 44.4 മില്യൺ, തമിഴ്നാടു 34.9 മില്യൺ ആയിരുന്നു. ഇതാണ് 3 ടോപ്പ് മോസ്റ്റ് സ്റ്റേറ്റ്സ്. ഇനി നമുക്ക് സ്റ്റേറ്റ് രജിസ്റ്ററിങ് ഫാസ്റ്റസ്റ്റ് അർബനൈസേഷൻ എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റ് രജിസ്റ്ററിങ് fastest urbanization. The 2011 census numbers shows that Kerala's urban population has gone up from 26% of total population 2001 to 47.7% in 2011. നമ്മുടെ സെൻസസ് 2011 സെൻസസ് എടുത്ത് നോക്കുമ്പോൾ കേരളാസ് അർബൻ പോപ്പുലേഷൻ ആണ് ഭയങ്കര ഫാസ്റ്റർ ആയിട്ടുള്ള ഗ്രോത്ത് അല്ലെങ്കിൽ റൈസ് ചെയ്തേക്കണം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2001 26% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നതെങ്കിൽ 2011 സെൻസസ് ഒക്കെ നോക്കുമ്പോൾ 2011 ആയപ്പോഴത്തേക്കും 47.7% ആയി. The state registering the second highest growth in urban population is Sikkim. Second highest growth urban population ഉള്ള സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്കിമാണ്. ഗോവ registered the third highest growth in urban population from 49.77% in 2001 to 62.2% in 2011. So first is Kerala, then Sikkim, then Goa. ഇങ്ങനെയാണ് ആ ഒരു ഫാസ്റ്റസ്റ്റ് അർബനൈസേഷൻ്റെ ആ ഒരു ഇത്. ഇനി ഗ്രോത്ത് ഓഫ് സിറ്റീസ് ആൻഡ് agglomeration. The number of cities and USA has now rise to 46.8 and as much as 70% of urban population lives in them. ഒരു 70% നമ്മൾ നോക്കുമ്പോൾ 70% ഓഫ് പീപ്പിൾസ് ലീവ്സ് ചെയ്യണത് എവിടെയാണ്? അർബൻ ഏരിയാസിൽ തന്നെയാണ്. ഓക്കെ, അതിൽ ഇൻ അതർ വേർഡ്സ് എവരി 7 ഔട്ട് ഓഫ് 10 പീപ്പിൾസിലും 10 പീപ്പിൾസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ലീവ് ചെയ്യണത് ക്ലാസ് 1, നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസ് 1 സിറ്റീസിലുമാണ്. ഓക്കെ, ഇത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അർബൻ ചാലഞ്ചസ് ആണ്. ഓക്കെ, നൗ ദ ഡിസ്പാരിറ്റീസ് ഇൻ ഗ്രോത്ത് റേറ്റ്സ് ബിറ്റ്വീൻ ലാർജ് ആൻഡ് സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് ടൗൺസ് ഹാസ് ഇൻക്രീസ് സിഗ്നിഫിക്കൻ്റ്ലി ആസ് അർബനൈസേഷൻ പ്രോസസ് ഗോട്ട് കോൺസെൻട്രേറ്റഡ് ഓവർ ടൈം ഇൻ ലാർജ് സിറ്റീസ് ആൻഡ് ഡെവലപ്ഡ് റീജിയൻസിൽ ലാർജ് സിറ്റീസിലും എന്താണ് സ്മോൾ, മീഡിയം, ലാർജ് അങ്ങനെയുള്ള ഗ്രോത്ത് റേറ്റ് വരുന്നത് അനുസരിച്ച് എന്താണ് അർബനൈസേഷൻ പ്രോസസ്സ്, അതായത് അർബനൈസേഷൻ പ്രോസസ്സ് വരുന്നതിനനുസരിച്ചിട്ട്, അതായത് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ അനുസരിച്ച് എന്താണ് ഡിസ്പാരിറ്റീസ്, അതായത് കുറച്ച് ഡിഫറൻഷ്യേറ്റ്സ് ഒക്കെ വന്നു തുടങ്ങി. ലാർജ്, സ്മോൾ, മീഡിയം സൈസ്ഡ് ടൗൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്തു, അതായത് കുറച്ച് ഡിസ്പാരിറ്റീസ് ഇൻക്രീസ് ചെയ്തു. നൗ the large municipal bodies particularly located in developed states have experienced high economic and demographic growth. ലാർജ് മുനിസിപ്പൽ ബോഡീസ് ഉള്ള എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്താണ് സംഭവിച്ചത്? കൂടുതലായിട്ടുള്ള ഇക്കണോമിക് ഗ്രോത്തും കൂടുതലായിട്ടുള്ള ഡെമോഗ്രഫിക് ഗ്രോത്തും ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ളവരെ സംബന്ധിച്ച്, ബാക്കിയുള്ള സാധാരണ ഏരിയാസിനെ സംബന്ധിച്ച് ഡ്യൂ ടു ദെയർ സ്ട്രോങ് ഇക്കണോമിക് ബേസ് ദേ ഹാവ് ബീൻ എബിൾ ടു സെക്യൂർ ഹൈ ക്രെഡിറ്റ് റേറ്റിംഗ്സ് ആൻഡ് റിസോഴ്സ് ത്രൂ ബോൺസ് ആൻഡ് അതർ ഇന്നോവേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതായത് ലാർജ് മുനിസിപ്പാലിറ്റി ടൗൺസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് പെട്ടെന്ന് തന്നെ ഹൈ ക്രെഡിറ്റ്സ് കിട്ടും. ഹൈ ക്രെഡിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇന്നോവേഷൻസ് ഒക്കെ അവർക്ക് പെട്ടെന്ന്
എന്താണ് ക്വിക്കായിട്ട് അവർക്കത് കിട്ടിത്തുടങ്ങി. വിത്ത് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തി ആൻഡ് ബേസ് അമ്യൂണിറ്റീസ് ബിക്കമിങ് ലെസ് ആൻഡ് ലെസ് ഇൻ സ്മോളർ ടൗൺസ്. പക്ഷെ എന്താണ് ഇത് ഈ ഡെവലപ്ഡ് റീജിയൻസിനെയാണ് എല്ലാവരും ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ലെസ്സർ ടൗൺസ്, സ്മോളർ ടൗൺസിൽ ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ ദേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഫിനാൻസ് എനി ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് ത്രൂ ഇന്റേണൽ സോഴ്സ് ഓർ ബോറോയിങ്സ് ഫ്രം ക്യാപിറ്റൽ മാർക്കറ്റ്സ്. അപ്പം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രോത്ത് ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്സോ അങ്ങനെയുള്ള ക്രെഡിറ്റ് ആയിട്ടുള്ള അതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റില്ല. എന്തിന്? സ്മോളർ ടൗൺസിൽ. ഇതൊക്കെയാണ് അർബൻ്റെ ചാലഞ്ച്. അപ്പോൾ അങ്ങനെയുള്ള സ്മോളർ ടൗൺസിന് അവരുടെ വേണ്ട രീതിയിൽ അല്ലെങ്കിൽ അർബൻ സിറ്റി ഗ്രോ ചെയ്യുന്ന പോലെ ഗ്രോ ചെയ്യാൻ പറ്റില്ല. ദ ഫിസിക്കൽ ഡിസിപ്ലിൻ ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെൻറ് ക്രെഡിറ്റ് റേറ്റിംഗ്സ് അഗെയിൻസ്റ്റ് agencies and other financial intermediaries make it impossible for them to undertake infrastructure investments of any kind. എല്ലാവരും കൂടുതൽ ഫോക്കസ് ചെയ്തത് ആരെയാണ്? നമ്മുടെ അർബൻ സിറ്റീസിനായതുകൊണ്ട് തന്നെ ഇവർക്ക് അത് വേണ്ട രീതിയിൽ ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റിയില്ലെന്നാണ് പറയുന്നത്. ഇൻ പാർട്ടിക്കുലർ ടൗൺ ലൊക്കേറ്റഡ് അവേ ദ എമർജിംഗ് ഗ്ലോബൽ സെൻറ്റർ ഓഫ് ദ ഗ്രോത്ത് ഹാവ് ഫെയിൽഡ് ടു അട്രാക്ടിങ് സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂ ടു ദ ഹൈ ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിഷ്യൻസി വിച്ച് ഹാസ് ദ ട്രാപ്പ് ദം ഇൻ എ വിഷ്യസ് സർക്കിൾ. അതായത് അപ്പം ലൈക്ക് സെൻറ്റർ അല്ല, അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസോ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഗ്രോ ചെയ്യാനും വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ദേ ആർ ലൈക്ക് ഇപ്പോൾ ഇതിൽ പറയുന്ന വിശ്വാസം ദ ട്രാപ്ഡ് ദ ഒരു വിഷ്യസ് സർക്കിളിലേക്ക് അവർ ട്രാപ്പായി പെട്ടു എന്നാണ് പറയണത്. നൗ migration of rural population to urban areas in India. Since independence, there has been explosive growth of big cities due to the migrants കാരണം അല്ലെങ്കിൽ മൈഗ്രേഷൻ കാരണം ബിഗ് സിറ്റി ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തു. ഫോർ എക്സാമ്പിൾ പോപ്പുലേഷൻ ഓഫ് ബാംഗ്ലൂർ ഇൻക്രീസ്ഡ് ടു 75.6% ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ 71 to 81 വരെ. പിന്നെ ആസനുള്ള, അതായത് വെസ്റ്റ് ബംഗാളിലെ ഒരു സ്ഥലമായിട്ടുള്ള അവിടെ 108.7% ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഫരീദാബാദ് ഹരിയാനയില 85.5%. അതായത് മൈഗ്രേഷൻ കാരണം എന്താണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നമ്മുടെ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വന്നുകൊണ്ടിരുന്നു. ഇനി നമ്മൾ നോക്കാൻ വേണ്ടത് മൈഗ്രേഷൻ പ്രോസസ്സ് ആൻഡ് കോഴ്സ് ഓഫ് മൈഗ്രേഷൻ. മൈഗ്രേഷൻ്റെ പ്രോസസ്സും അതുപോലെ തന്നെ കോഴ്സ് ഓഫ് മൈഗ്രേഷൻ. ഇൻ ഇന്ത്യ അബൌട്ട് 60% ഓഫ് മൈഗ്രൻസ് മേക്സ് ഇൻട്രാ ഡിസ്ട്രിക്ട് മൂവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് മൂവ് ഫ്രം വൺ ഡിസ്ട്രിക്ട് ടു അനദർ. സോ ദ സെക്കൻഡ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ്റെ ഒരു മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് എന്ന് നമുക്ക് പറയാം, വിച്ച് ഈസ് ബിറ്റ്വീൻ ഡിസ്ട്രിക്ട്സ് ആണ്. About 11% ഓഫ് മൈഗ്രേഷൻ മൂവ് ഇൻ സെക്ടർ. അതായത് സ്റ്റേറ്റ്സിൻ്റെ ഇത് ലൈക്ക് ബിറ്റ്വീൻ സ്റ്റേറ്റ്സിലാണ് 11% ഓഫ് മൈഗ്രേഷൻസും നടക്കുന്നത്. ദ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് റൂറൽ അർബൻ ഏരിയ ആർ റേസ്ഡ് ആൻഡ് കോംപ്ലക്സ്. അതായത് ഇൻ ഏർലിയർ ടൈമിൽ മൈഗ്രേഷൻ വാസ് ലാർജ്ലി ഓൺ അക്കൗണ്ട് ഓഫ് നോൺ ഇക്കണോമിക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള സോഷ്യൽ, ഫിസിക്കൽ, ഡെമോഗ്രാഫിക്, കൾച്ചറൽ, കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള അതിൻ്റെ ബേസിസിലായിരുന്നു ഏർലി ടൈമിൽ മൈഗ്രേഷൻ നടന്നത്. ഇൻ വില്ലേജ് സോഷ്യൽ ഓർഗനൈസേഷൻസ് ആർ ലിമിറ്റഡ് അല്ലേ. വില്ലേജ് നമുക്കറിയാം ഒരുപാട് സോഷ്യൽ ഓർഗനൈസേഷൻസ് ഒന്നുമില്ല, വിച്ച് ഇസ് ലിമിറ്റഡും ആണ് പ്ലസ് റിജിഡും ആണ്. സോ ഇൻ ദ പാസ്റ്റ് പീപ്പിൾ ഹു വാണ്ടഡ് ടു ബ്രേക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ ബ്രേക്ക് അവേ ചെയ്യേണ്ട ആൾക്കാർ അങ്ങനെയുള്ളവർ മൈഗ്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ക്ലൈമറ്റ് മീറ്റിയോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ഫ്ലഡ് ഡ്രൗട്ട് ആൻഡ് കമ്പൽ പീപ്പിൾ ഇതൊക്കെ അവരെന്ത് ചെയ്യുന്നു, ഫ്ലഡൊക്കെ വരുമ്പോൾ അവർക്ക് വേറെ വഴിയില്ല. സോ ദേ വിൽ ലീവ് ഫ്രം വില്ലേജ് ടു അർബൻ ഏരിയാസ്. സോ അതാണ് സംഭവം. ഇൻ റീസെൻറ്റ് ഈ ടൈമിൽ with the decline in mortality rates which result in rapid population growth in rural areas, young people have shown a tendency, young people, younger generations onnaanu, they also wanted to move to urban areas, they also wanted to get a standard living. So അവരെന്ത് ചെയ്യുന്നു, പുതിയ ജോബിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ലൈക്ക് ഏർണിങ്സ് കിട്ടുന്ന ജോബിലേക്ക് അവരും മൂവ് ചെയ്യുന്നു. ഓക്കെ, നൗ അപ്പോൾ അതിൽ വരുന്ന കുറച്ച് ഇതാണ്, അതായത് പുഷ് ഫ്രം സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ, പുൾ ഓഫ് റിലേറ്റീവ്ലി ഹൈ അർബൻ വേജസ്, പുഷ് ബാക്ക് ടുവേർഡ്സ് റൂറൽ ഏരിയസ്. അപ്പോൾ നമുക്ക് ആദ്യം പുഷ് ഫ്രം സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ. ഇൻ ഇന്ത്യ അഗ്രികൾച്ചർ വർക്കേഴ്സ് ആൻഡ് സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് ഈസ് സബ്സിസ്റ്റൻസ് ആക്ടിവിറ്റി. സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് possess small holdings which often
ഡു നോട്ട് എൻഷുർ പ്രൊഡക്റ്റീവ് അല്ലേ എംപ്ലോയ്മെൻറ്റ് ടു ഓൾ ദ അഡൾട്ട് മെയിൽ മെമ്പേഴ്സ് ഓഫ് അത് ചെറിയ രീതിയിലുള്ള അഗ്രികൾച്ചർ ചെറിയ രീതിയിലുള്ള പ്രൊഡക്ഷൻസ് ആണ് അത് ആ ഒരു ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും മെയിൽ മെമ്പേഴ്സിന് ആർക്കും അവർക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല മനസ്സിലായോ ഓൺ സ്മോൾ ഹോൾഡിങ്സ് ദർ ഇസ് എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഡിസ്ഗൈസ്ഡ് അപ്പോൾ അവിടെ എന്താണ് ഒരു ഇത്ര എമൗണ്ട് ഓഫ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് അവിടെ ഉണ്ട് വിച്ച് ഇംപ്ലൈസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് മെനി പേഴ്സൺ വർക്ക് ഓൺ ദ ഫാം ഈസ് ഓൾമോസ്റ്റ് നിൽ ദർ ഇസ് പേഴ്സൺ ഓൾ ദ ടൈം ഫീൽ പേഴ്സ്യൂഡ് അതായത് അവിടെ ഒരു ഡിസ്ഗൈസ്ഡ് നമ്മൾ കാരണം ലൈക്ക് അവർ വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കും ആ ഫാമിൽ 2 പേരുടെ ആവശ്യമുള്ളൂ പക്ഷെ അവിടെ 5 പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 3 പേരുടെ പ്രൊഡക്ടിവിറ്റി അവിടെ 3 പേർക്ക് ഒരു പ്രൊഡക്ടിവിറ്റി ഇല്ല അവരുടെ ഔട്ട്കം അവിടെ ഒന്നുമില്ല മനസ്സിലായി അതാണ് പുഷ് ഫ്രം സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ നൗ പുൾ ഓഫ് റിലേറ്റീവ്ലി ഹൈ അർബൻ വേജസ് ആർ ജനറലി ഹയർ ആർ കമ്പയർ ടു റൂറൽ വേജസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം അർബൻ വേജസ് ഈസ് മച്ച് ഹയർ ഇൻ ദ കൺട്രി സൈഡ് വേജ് ആർ ട്രഡീഷണലി ഡിറ്റർമൈൻഡ് ആൻഡ് ആർ ലോ കൺട്രി സൈഡിൽ ഈ നമ്മുടെ വേജസ് ട്രഡീഷണൽ ലൈക്ക് ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ലോ ആണ് സിൻസ് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഓർഗനൈസ് അഗ്രികൾച്ചർ വർക്കേഴ്സ് ദേ വിൽ ഗെറ്റ് വേജ് വിച്ച് ജസ്റ്റ് ആസ് ഫെയർ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റില്ല കൂടുതലുള്ളതുകൊണ്ട് ജസ്റ്റ് ഫെയർ ആയിട്ടുള്ള അവർക്ക് അത്യാവശ്യത്തിനുള്ള വേജ് കിട്ടില്ല സോ ദർ ഇസ് നോട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വെർ ബൈ ദ ഗവൺമെൻറ് ക്യാൻ അഷ്യൂർ ദറ്റ് അഗ്രികൾച്ചർ വർക്കേഴ്സ് ആർ പെയ്ഡ് ദ മിനിമം വേജ് അല്ലേ കറക്റ്റായിട്ടുള്ള വേജ് അഷ്യൂർ ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഒന്നും ഗവൺമെൻറ്റിനില്ല നൗ ദ ഇനീഷ്യൽ ഓഫ് ദ workers employed in the organized sectors are also protected by the trade unions even in the unorganized sector and informal sector അപ്പം നമ്മുടെ ഇവിടെയൊക്കെ അതായത് അർബൻ ഏരിയസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പം അൺഓർഗനൈസ് സെക്ടറല്ല ഓർഗനൈസ് സെക്ടറായാലും അവർക്കൊരു മിനിമം വേജ് കൊടുത്തേ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കുറേ യൂണിയൻസ് ഉണ്ട് നമുക്കൊരു ട്രേഡ് യൂണിയൻസ് ഉണ്ട് അല്ലേ അൺഓർഗനൈസ് സെക്ടറിലായാലും ഇൻഫോർമൽ സെക്ടറിൽ വരെ ഓരോ യൂണിയൻസ് ഉണ്ട് അവർ പ്രവർത്തിക്കും ഇപ്പോൾ വേജസ് ഇത്ര കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലായോ സോ even in unorganized and informal sector the exploitation of workers is far less than in agriculture ഉള്ള എക്സ്പ്ലോയിറ്റേഷൻ അഗ്രികൾച്ചറിൽ അങ്ങനെ അവരെ ചൂഷണം ചെയ്യുമ്പോൾ അത് ചോദിക്കാനോ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനോ ആരില്ല സോ അതിനെക്കാട്ടിലും വളരെ ലൈക്ക് അഗ്രികൾച്ചറിൻ്റെ വളരെ ലെസ്സാണ് അവർക്ക് കിട്ടുന്ന വേജ് സോ ദെയർഫോർ പുൾ ഓഫ് റിലേറ്റീവ്ലി ഹൈ അർബൻ വേജ് ഇൻ ക്വൈറ്റ് സ്ട്രോങ് ആണെന്ന് പറയാം നൗ പുഷ് ബാക്ക് ടുവേർഡ്സ് റൂറൽ ഏരിയ എന്താണെന്ന് നോക്കാം ദോസ് സിറ്റീസ് provide jobs in both organized and unorganized sectors of relative high wage cities എന്താണ് ജോബ് അല്ല അൺഓർഗനൈസ്ഡ് ആയാലും ഓർഗനൈസ്ഡ് സെക്ടേഴ്സിനായാലും ജോബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിച്ച് ഇസ് റിലേറ്റഡ് ഹൈ വേജ് ആയിരിക്കും സോ ദേ കനോട്ട് അബ്സോർവ് എല്ലാവരും ഓൾ ദ പീപ്പിൾസ് അവർക്ക് എല്ലാ പീപ്പിൾസിനും കൊണ്ട് ജോബ് കൊടുക്കാനൊന്നും പറ്റില്ല ഇൻ ഇന്ത്യ ഇറ്റ് ഹാസ് ബിൻ ഒബ്സർവ് ദാറ്റ് ദ പീപ്പിൾ ഓഫ് ദ അർബൻ അൺഎംപ്ലോയ്മെൻറ്റ് ഇസ് ജനറലി ഹയർ ദാൻ ദ റേറ്റ് ഓഫ് ദ റൂറൽ അൺഎംപ്ലോയ്മെൻറ്റ് നമുക്കറിയാം അർബൻ പീപ്പിൾസിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് അർബൻ്റെ അൺഎംപ്ലോയ്മെൻ്റ് ആയിരിക്കും കൂടുതൽ കമ്പയർ ടു റൂറൽ അൺഎംപ്ലോയ്മെൻറ്റ് കാരണം കുറേ പീപ്പിൾസ് ഉണ്ട് എല്ലാവർക്കും ജോലി കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ നൗ ദ മെയിൻ റീസൺ ഫോർ ദ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ദ അർബൻ ഏരിയസ് റൂറൽ അർബൻ മൈഗ്രേഷൻ ഇറ്റ്സ് ഓൺലി ദ റീസൺ എന്താണ് കൂടുതൽ ആൾക്കാരും ഇവിടെ നല്ല ജോബ് ഉണ്ട് നല്ല ഏർണിങ്സ് ആണ് നല്ല ലൈഫായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദേ വിൽ മൂവ് ഫ്രം റൂറൽ ടു അർബൻ അപ്പോൾ എല്ലാവരും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോപ്പുലേഷൻ ഇസ് ഇൻക്രീസിങ് എല്ലാവർക്കും ജോലി കിട്ടുന്നില്ല ദാറ്റ് ഈസ് ദ മെയിൻ റീസൺ Now, this implies that out of large numbers of migrants from rural to urban areas, some of those who are unable to find work in cities go back to villages. അതാണ് പുഷ് ബാക്ക് ടുവേർഡ്സ് റൂറൽ ഏരിയസ് അതായത് അവരുന്ന് അവിടെ പുതിയ ജോബ് വേണമെന്നൊക്കെ പറഞ്ഞാൽ അവരവിടെ പോകും അർബൻ ഏരിയ പോകും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര പോപ്പുലേഷനും കാരണങ്ങളും കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ജോബും കിട്ടുന്നില്ല ഏർണിങ്സും കിട്ടുന്നില്ല സോ വീണ്ടും അവർ ബാക്ക് ടു വില്ലേജസിലേക്ക് വരുന്നു ദാറ്റ് ഈസ് പുഷ് ബാക്ക് ടുവേർഡ്സ് റൂറൽ ഏരിയ നമുക്ക് നോക്കാം മൈഗ്രൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വിച്ച് ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് educational characteristics and economical characteristics. First one demographic characteristics ആണ് urban migrants in India are generally young men and women between age 15 and 24 migrants എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ young womenസും മെൻസും ആണ് between the age 15 and 24 relatively old peoples prefer to stay back in village because of lack of skills and incapable of doing hard work ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് lack of skills ഇല്ലാത്തതുകൊണ്ട് ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അധികം ട്രാവൽ ചെയ്യില്ല ലൈക്ക് മൈഗ്രേറ്റ് ചെയ്യില്ല യങ് പീപ്പിൾ വിത്ത് സം സ്കൂളിംഗ് ക്യാൻ ഈസിലി അക്വയർ ചെയ്യാം കുറച്ച് സ്കൂളുള്ളവർക്ക് പോലും ചിലപ്പോൾ നല്ല രീതിയിലുള്ള ജോബ് കിട്ടും ഇൻ റീസെൻറ്റ് ഇയേഴ്സ് മൈഗ്രേഷൻ ഓഫ് വുമൺ ഹാസ് ഇൻക്രീസ്ഡ് ബിക്കോസ് ഓഫ് ദി ഇൻക്രീസ് ഇൻ എഡ്യൂക്കേറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് മൈഗ്രേഷൻ ഓഫ് വുമൺസും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 2 type of ഫീമെയിൽ മൈഗ്രേഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത് ദ അസോസിയേഷൻ ഓഫ് മൈഗ്രേഷൻ ഓഫ് വൈഫ്സ് ആൻഡ് ഡോട്ടേഴ്സ് അക്കമ്പനിങ് ദ മെയിൽ അല്ലേ മെയിലും അതായത് ഇപ്പം ഹസ്ബൻഡ് പോകുമ്പോൾ ഹസ്ബൻഡിൻ്റെ ഒപ്പം പോകുന്ന മക്കളും ഭാര്യയും ലൈക്ക് അങ്ങനെയുള്ളൊരു ഫീമെയിൽ മൈഗ്രേഷനുണ്ട് ആൻഡ് ദ മൈഗ്രേഷൻ ഓഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫീമെയിൽസ് ഫോർ ജോബ് സീക്കിംഗ് എന്നാണ് പഠിച്ചിട്ട് ജോലിക്കൊക്കെ വേണ്ടി പോകുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മൈഗ്രേഷൻസും ഉണ്ട് സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ വിച്ച് ഇസ് ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ദ എഡ്യൂക്കേഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ദർ ഇസ് എ ക്ലിയർ അസോസിയേറ്റീവ് ബിറ്റ്വീൻ ദ ലെവൽ ഓഫ് കംപ്ലീറ്റഡ് എഡ്യൂക്കേഷൻസ് ആൻഡ് ദ പ്രൊപ്പൻസിറ്റി ടു മൈഗ്രേറ്റ് സോ
വലിയൊരു ഇതാണ് ലൈക്ക് എന്താ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ ദെൻ പ്രൊപ്പൻസിറ്റി ദ ചാൻസ് ടു മൈഗ്രേറ്റ് ഇസ് വെരി ഹൈ. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദോസ് യങ് മെൻ ആൻഡ് വുമൺ ഹാവ് സ്പെൻഡ് മോർ ഇയേഴ്സ് ഓഫ് സ്കൂൾ ഷോസ് എ ഗ്രേറ്റർ ടെൻഡൻസീസ് ടു മൈഗ്രേറ്റ്. കൂടുതലും ലൈക്ക് സ്കൂളിൽ പഠിച്ചു അല്ലെങ്കിൽ നല്ല എഡ്യൂക്കേഷൻസ് നല്ല നോളജ് ഉള്ളവരെന്താണ് കൂടുതൽ ടെൻഡൻസി അവർക്കാണ് ഇത് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ ഇന്ത്യ വെർ ഹയർ സെക്കൻഡറി സ്കൂൾസ് ആൻഡ് കോളേജസ് ആർ സെറ്റിൽഡ് ഇൻ റൂറൽ ഏരിയാസിലും ഹയർ സെക്കൻഡറി സ്കൂൾസും കോളേജസും ഒക്കെ ഉണ്ട്. എന്താണ് സോ യങ് ബോയ്സ് ആൻഡ് ഗേൾസ് അവർക്ക് എന്താ അവരുടെ എഡ്യൂക്കേഷൻസ് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ യങ് ബോയ്സ് ആൻഡ് ഗേൾസ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദർ എഡ്യൂക്കേഷൻസ് ഇൻ ദർ പ്ലേസ് ജനറലി മൈഗ്രേറ്റ് ടു സിറ്റീസ് ബിക്കോസ് ദേ തിങ്ക് ദാറ്റ് ദർ ആർ വെർച്വലി നോ ജോബ്സ് ഫോർ ദം ഇൻ റൂറൽ ഏരിയാസിൽ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂൾസും കോളേജസും ഒക്കെ ഉണ്ട്. ബട്ട് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദർ സ്റ്റഡീസ് അവരെന്ത് ചെയ്യുന്നു അറിയാം, ദേ വിൽ ഗോ ടു അർബൻ ഏരിയാസ് ഇൻ സെർച്ച് ഓഫ് എ ഗുഡ് ജോബ്. മനസ്സിലായോ, ഒരു നല്ല ജോബ്. കാരണം അവരുടെ ലൈക്ക് അവർ തോട്ട് എന്ന് പറയുന്നത് റൂറൽ ഏരിയാസിൽ ഇത്ര ജോബ് കിട്ടില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ അവിടുത്തെ വേജ് ഡിഫറൻസ് ഉണ്ടാവും. അർബൻ ഏരിയാസിൽ കൂടുതൽ വേജ് കിട്ടും, സിറ്റീസിൽ ടൗൺസിലൊക്കെ പറഞ്ഞ് മൈഗ്രേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് എഡ്യൂക്കേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. നൗ ഇറ്റ്സ് എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എ വെരി ഹൈ പെർസെൻറ്റേജ് ഓഫ് അർബൻ മൈഗ്രൻസ് ഇസ് പൂർ, ലാൻഡ്ലെസ് ആൻഡ് അൺസ്കിൽഡ്. അല്ലേ, നമുക്കറിയാം കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾസ് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരും അൺസ്കിൽഡ് ആയിരിക്കാം, പുവർ ആയിരിക്കാം, ലാൻഡ്ലെസ് ആയിരിക്കും, ഓപ്പർച്യൂണിറ്റീസ് ലെസ് ഉള്ളവരൊക്കെ ആയിരിക്കാം. A large number of people from rural areas migrate to cities when their labor is not raised for agriculture purpose. അത് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് അവർക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, റൂറൽ ഏരിയാസിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള പീപ്പിൾസാണ് കൂടുതലും മൈഗ്രേറ്റ് ചെയ്യണത്. ദെയർ പേഴ്സൺസ് ഹവർ ഗോ ബാക്ക് ടു ദെയർ ഹോം വെൻ ദ സോവിങ് ഓർ ഹാർവെസ്റ്റിംഗ്. പക്ഷേ ദേ വിൽ കം ബാക്ക് ടു അവരുടെ ഹോം സിറ്റീസിലേക്ക് ഹോം വില്ലേജസിലേക്ക് തിരിച്ചു വരും. ഇപ്പോൾ ഹാർവെസ്റ്റിംഗ് സീസണോ സോവിങ് ഹാർവെസ്റ്റിംഗ് സീസണൊക്കെ വരുമ്പോൾ തിരിച്ചു വരുന്നവരുണ്ട്. Now, in the recent year, permanent urban migration has increased with the emergence of a stabilized modern industrial sector in most urban areas. ഇൻഡസ്ട്രിയൽ സെക്ടർ കാരണം ഒരു പെർമനൻ്റ് ആയിട്ടുള്ള അർബൻ മൈഗ്രേഷൻസ് ആണ് റീസെൻറ്റ് ഇന്ത്യയിൽ നമുക്ക് കാണപ്പെടുന്നത് കേട്ടോ. നൗ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഗ്ലോബൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഗ്ലോബൽ മൈഗ്രേഷൻ ഇസ് വെരി സിമ്പിൾ. നമുക്കറിയാം ഇറ്റ്സ് മൈഗ്രേഷൻ ഫ്രം വൺ കൺട്രി ടു അനദർ കൺട്രീസ്. ഗ്ലോബലി മൈഗ്രേഷൻ ആണ്. മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇസ് പ്രൊട്ടക്റ്റഡ് ഹ്യൂമൻ. നമുക്കറിയാം ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ നമ്മുടെ ഹ്യൂമൻ റൈറ്റ് ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും ട്രാവൽ ചെയ്യാം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ. ഹ്യൂമൻ ബീങ്സ് ഹാവ് ഓൾവേസ് മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. മൈഗ്രേഷൻ ബൂസ്റ്റ് ദ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ. മൈഗ്രേഷൻ എന്ത് ചെയ്യും, വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ കൂടും. മൈഗ്രൻസ് എന്തിനാ വെറുതെ പോകണമല്ല, അവർ വർക്ക് ചെയ്യാൻ വേണ്ടി പോകണമായിരിക്കും എല്ലാവരും. സോ മൈഗ്രൻസ് അറൈവ് വിത്ത് സ്കിൽസ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഏത് കൺട്രിയിലേക്കാണോ വരുന്നത് ആ കൺട്രിയിലേക്ക് ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽസ് മൈഗ്രൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ ടെക്നോളജിക്കലായിട്ടുള്ള കോൺട്രിബ്യൂഷൻസും ഉണ്ട്. ഹയർ ഇൻകം ലെവൽസ് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത് ഓൾസോ ലീഡ് ടു റൈസ് ഇൻ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ ലെവൽ. ഹയർ ഇൻകം ലെവലോ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടെങ്കിലും ഇൻ്റർനാഷണൽ മൈഗ്രേഷൻസിന് അവിടെ കാരണമാക്കും. എക്സ്പ്ലെയിൻ ബൈ ദ മൈഗ്രേഷൻസ്. ഇപ്പോൾ ദ മൈഗ്രൻസ് വിത്ത് ഇൻക്രീസ്ഡ് ഇൻകം ലെവൽ ചൂസ് ടു മൈഗ്രേറ്റ് ബിക്കോസ് ദേ ക്യാൻ അഫോർഡ്. കാരണം ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അവർ മൈഗ്രേറ്റ് ചെയ്യും, കാരണം അവർക്ക് അഫോർഡ് ചെയ്യുക, അതുകൊണ്ട് അവരത് ചെയ്യുന്നു. പിന്നെ ടൈപ്സ് ഓഫ് ഗ്ലോബൽ മൈഗ്രേഷൻസ് 4 ടൈപ്സ് ഉണ്ട്. ലേബർ മൈഗ്രേഷൻ, ഫോഴ്സ്ഡ് മൈഗ്രേഷൻ, ഇൻഡക്ഷണൽ റിട്ടയർമെൻറ്റ് മൈഗ്രേഷൻസ് ആൻഡ് ഇൻറ്റേർണൽ മൈഗ്രേഷൻ ആണ് 4 ടൈപ്സ് ഓഫ് ഗ്ലോബൽ മൈഗ്രേഷൻ എന്ന് പറയാം. ഇനി എന്താണ് നമുക്ക് ഫോറിൻ റെമിറ്റൻസ് നോക്കാം. എ റെമിറ്റൻസ് ഈസ് മണി സെൻഡ് ടു അനദർ പാർട്ടി, യൂഷ്വലി വൺ ഇൻ അനദർ കൺട്രി. അല്ലെ, റെമിറ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് മണി സെൻഡ് ടു വേറൊരു പാർട്ടിയിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഒരു മണി എന്ന് പറയാം. അതായത് യൂഷ്വലി വൺ ഇൻ അനദർ കൺട്രി. അല്ലേ, ഒരു കൺട്രി, അതായത് ഒരു കൺട്രി ടു ഒരു കൺട്രിയിൽ നിന്ന് ഒരാൾ വേറൊരു കൺട്രിയിലേക്ക് അയക്കാം, അങ്ങനെ പറയാം. ദ സെൻഡർ ഇസ് ടിപ്പിക്കലി ആൻ ഇമിഗ്രൻ്റ് ആയിരിക്കും. സെൻഡർ സെൻഡ് ചെയ്യുന്ന ആൾ ബേസിക്കലി ഇപ്പം ഇന്ത്യ അമേരിക്ക എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ പോയിട്ട് താമസിക്കുന്ന ആൾ, അതാണ് ഇമിഗ്രൻറ്റ്. സോ അയാളായിരിക്കും, അതായത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ പോയി താമസിക്കുന്ന ആ വ്യക്തിയായിരിക്കും സെൻഡർ. നൗ ദ റിസിപ്പിയൻ്റ് അല്ലെങ്കിൽ ദ റിസീവർ ആയിരിക്കും റിലേറ്റീവ് ബാക്ക് ഹോം, അതായത് അയാളുടെ വല്ല റിലേറ്റീവ്സോ ഫ്രണ്ട്സോ കസിൻസോ അങ്ങനെയുള്ള ആരെങ്കിലായിരിക്കും റെസിപ്പിയൻറ്റ്. റെമിറ്റൻസ് റെപ്രസെൻറ്റ് വൺ ഓഫ് ദി ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ഇൻകം ഫോർ പീപ്പിൾ ഇൻ ലോ ഇൻകം ആൻഡ് ഡെവലപ്പിംഗ് നേഷൻസ്. ഡെവലപ്പിംഗ് നേഷൻസിലെ പീപ്പിൾസിന് അല്ലെങ്കിൽ ലോ ഇൻകം പീപ്പിൾസിന് വലിയൊരു സോഴ്സ് ഓഫ് ഇൻകം ആണ് റെമിറ്റൻസ്. ഇറ്റ് ഓഫൺ എക്സീഡ്സ് ദ എമൗണ്ട് ഓഫ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് ഒഫീഷ്യൽ ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ്. ഡെവലപ്മെൻറ്റ്സിനൊക്കെ ഇത് കാരണം ഇൻവെസ്റ്റ്മെൻറ്റ്സൊക്കെ ഇതുവഴി ഇൻക്രീസ് ചെയ്യുന്നു. റെമിറ്റൻസ് ഹെൽപ്സ് ഫാമിലീസ് അഫോർഡ് ഫുഡ്. ഇപ്പോൾ പുവറായിട്ടുള്ള ഫാമിലീസ് ആണെങ്കിൽ അവരുടെ ഇപ്പോൾ ലൈക്ക് റിലേറ്റീവ്സ് ഫാമിലീസ് ബെറ്റർ ജോബ്സ് തേടി പോകുമ്പോൾ ഒബ്വിയസ്ലി ഇപ്പോൾ ആ കൺട്രിയിലുള്ളവരുടെ ഫുഡ്, ഹെൽത്ത്, ബേസിക് നീഡ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്ത്യ ഈസ് ദ വേൾഡ്സ് ലാർജ് റെസിപ്റ്റ്സ് ഓഫ് റെമിറ്റൻസിലെ വേൾഡ്സ് ലാർജസ്റ്റ് റെസിപ്റ്റ് ഇന്ത്യയാണെന്ന് നമുക്ക് വേണ്ടി പറയാം. റെമിറ്റൻസ് ഇൻഫ്ലോ ഓഫ് India being at top received over $83 billion remittance ആണ് 2020
കിട്ടിയത്. എ ഡ്രോപ്പ് ഓഫ് ജസ്റ്റ് 0.2% ഉണ്ടായിരുന്നു. പ്രീവിയസ് ഇയറിനെ സംബന്ധിച്ച് ജസ്റ്റ് ഒരു 0.2% ഉണ്ടായിരുന്നു ഈ ഇയറിൽ 2020 ബിക്കോസ് ഓഫ് നമുക്കറിയാം ദ പാൻഡമിക്, ദ COVID-19 കാരണം ദ ഡിവാസ്റ്റേറ്റഡ് ദ വേൾഡ് ഇക്കോണമി. അത് കാരണമാണ് ഈ 0.2% ആയിട്ടുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ടായത്. ഓക്കെ, സോ ദിസ് ഈസ് ഫോറിൻ റെമിറ്റൻസ് എന്ന് പറയാം. ദെൻ ഗ്ലോബൽ റെമിറ്റൻസ് എന്ന് നോക്കാം. ഗ്ലോബൽ റെമിറ്റൻസ് സംബന്ധിച്ച് നോക്കുമ്പോൾ ചൈന ഇസ് ദ സെക്കൻഡ് ഇൻ ടേംസ് ഓഫ് ഗ്ലോബൽ റെമിറ്റൻസ് ഇൻ 2020. ചൈന ഇസ് ദ സെക്കൻഡ്. ചൈന റിസീവ്ഡ് $59.5 billion ആണ്. ഇന്ത്യ ആൻഡ് ചൈനാസ് ഫോളോഡ്. ഇന്ത്യ, ചൈന, ദെൻ ഫോളോഡ് ബൈ മെക്സിക്കോ, ഫിലിപ്പീൻ, ഈജിപ്റ്റ്, പാകിസ്ഥാൻ, ഫ്രാൻസ്, ബംഗ്ലാദേശ്, ഇങ്ങനെ. സോ ദിസ് ഈസ് വാട്ട് ഫോറിൻ റെമിറ്റൻസ് ഈസ്. So thank you all. I'm concluding my words. I hope you all understand. Thank you so much. Thank you.